നമസ്കാരം. കൊറിയൻ നശീകരണ കപ്പൽ തീതുപ്പി തുടങ്ങി. അമേരിക്കയെ വെല്ലുവിളിച്ച് കിം ജോങ് ഉൻ 5000 ടൺ ശേഷിയുള്ള ഡിസ്ട്രോയർ പുറത്തിറക്കുന്നു. ആരാണ്? കിം ജോങ് ഉൻ. ആണവ നാവികസേനയുമായിട്ട് അന്താരാഷ്ട്ര ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയയുടെ നേതാവ് കിം ജോങ് ഉൻ ആണവായുധങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു നാവികസേനയെ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉത്തര കൊറിയയുടെ പുതിയ നീക്കം. കൊറിയൻ നശീകരണ കപ്പൽ തീതുപ്പി തുടങ്ങിയിരിക്കുന്നു. ഇനി ആരും കളിക്കാൻ നിൽക്കണ്ട, കിം ജോങ് ഉൻ കളി പഠിപ്പിക്കും. അമേരിക്ക അടക്കം വെല്ലുവിളിച്ചും കിം ജോങ് ഉൻ കുതിക്കുകയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഒരു പുതിയ ഡിസ്ട്രോയർ കമ്മീഷൻ ചെയ്യുന്ന ചടങ്ങിലാണ് കിം ജോങ് ഉൻ തന്റെ ഭീമൻ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭാവിയിൽ 10000 ടൺ ഭാരമുള്ള അതിശക്തമായിട്ടുള്ള യുദ്ധക്കപ്പലുകൾ കൂടി വികസിപ്പിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മേഖലയിലെ സൈനിക സന്തുലിതാവസ്ഥയെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നതാണ് ഈ പ്രഖ്യാപനങ്ങൾ. കിമ്മിന്റെ ഈ നീക്കം ഏഷ്യ പസഫിക് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. നാവികശേഷിയും പ്രവർത്തന സന്നദ്ധതയും വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ വിശാല തന്ത്രത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് പറഞ്ഞു. വർഷങ്ങളായി നേരിടുന്ന കടുത്ത അന്താരാഷ്ട്ര ഉപരോധങ്ങൾക്കിടയിലും സൈനിക വികസനത്തിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും ഉത്തര കൊറിയ തയ്യാറാകില്ല എന്നുള്ള സൂചനയാണ് വ്യക്തമാക്കുന്നത് ഈ പുതിയ കപ്പലിന്റെ വരവ്. തങ്ങളുടെ നാവികസേനയെ അണവായുധ സജ്ജമാക്കുവാനുള്ള കിമ്മിന്റെ നീക്കം മേഖലയിൽ പുതിയൊരു ശീതയുദ്ധത്തിനോ അല്ലെങ്കിൽ സംഘർഷങ്ങൾക്കോ വഴിവെച്ചേക്കാമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിലയിരുത്തൽ. ഉത്തര കൊറിയയുടെ ഈ ആയുധ ശേഖരണം അയൽ രാജ്യങ്ങൾക്കിടയിൽ വലിയ ആശങ്കയാണ് പടർത്തുന്നത്. മേഖലയിലെ സുരക്ഷാ സംഘർഷങ്ങൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ് ഈ പുതിയ സംഭവ വികാസങ്ങൾ. ഏതായാലും ആഗോള ശക്തികളെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തര കൊറിയ നടത്തുന്ന ഈ നാവിക കുതിപ്പ് വരും ദിവസങ്ങളിൽ ലോകരാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്കും നയതന്ത്ര നീക്കങ്ങൾക്കും കാരണമാകുമെന്നത് തീർച്ചയാണ്. വരും നാളുകളിൽ സമുദ്രങ്ങളിൽ ഉത്തര കൊറിയയുടെ സാന്നിധ്യം എത്രത്തോളം ഭീഷണിയാകുമെന്ന് കണ്ടു തന്നെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ കൊറിയൻ നശീകരണ കപ്പൽ തീതുപ്പി തുടങ്ങുകയാണ്. ഇനി ആർക്കും ഈ ആണവായുധ ഭീഷണി എന്ന് പറയപ്പെടുന്നത് അനുഭവിക്കേണ്ടി വരുമെന്നതാണ്. അമേരിക്ക അടക്കം വെല്ലുവിളിച്ചുകൊണ്ട് മുന്നേറുന്ന കിം ജോങ് ഉന്റെ ഈ ഡിസ്ട്രോയർ കപ്പൽ എന്ന് പറയപ്പെടുന്നത് നാശത്തിലേക്കുള്ള യാത്രയാണോ അതോ ലോകത്തിനെ കത്തിക്കുവാനുള്ള യാത്രയാണോ? കാത്തിരുന്നത്.